ഹലോ ഇന്നത്തെ വീഡിയോ രേണുസുധീനെ പറ്റിയിട്ടാണ്. കിച്ചു, രേണുസുധീൻ്റെ വളർത്തുമോൻ കിച്ചു. ഈ രണ്ടെണ്ണത്തിനൊരു പണിയില്ല, വെറുതെ ഉണ്ട്. മോന് ഇവിടെ ഒരു പോസ്റ്റ് ഇടും, എന്നിട്ട് അമ്മ വീഡിയോ ആയിട്ട് വന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ നിൽക്കും. എൻ്റെ പൊന്ന് രേണു, എനിക്ക് വയ്യ, ഒക്കെ സമ്മതിച്ച്. വയ്യാത്ത ഒരാൾക്കാർ കാട്ടിക്കൂടിന് ഇടപാടൊന്നുമില്ല. ഈ കാട്ടിക്കൂടുന്നു കുറേ ഇത് സഹിക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ളവരൊക്കെ ഇപ്പോൾ പറയും ടെൻഷനാണ്. എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് ടെൻഷനാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര സൈബർ ബുള്ളിങ് ആണ്, അതുകൊണ്ട് ഈ രോഗാവസ്ഥയിൽ സമാനം. ഈ എന്തിനാണ് വീഡിയോ ഒക്കെ ഇട്ട് പോകാൻ പോണത്? അതല്ല എനിക്ക് ഈ സൈബർ ബുള്ളിങ് ഇതൊക്കെ വരുന്നത്. അനക്ക് മുണ്ടാണ്ട് ഒന്നാമത്തത് വയ്യാത്തവരൊക്കെ പാത്തതിയും കൊന്നിരിക്കുക ചെയ്യാം. ഈ വീഡിയോ വന്നിട്ട് അവരെ പ്രതികാരത്തിന് പറയാൻ നിൽക്കുക, മോനെ കുറ്റം പറയാൻ നിൽക്കുക, വീട്ടുകാരെ കുറ്റം പറയാൻ നിൽക്കുക, തള്ളേനെ തന്തേനെയും കുറ്റം പറയാൻ നിൽക്കുക. പിന്നെ എങ്ങനെ എനിക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവുക? ഇങ്ങനെയുള്ള വയ്യാത്തവരൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടിട്ടുള്ളതൊക്കെ ആരോടൊന്നും പ്രതികരിക്കാണ്ട് മാത്രം ഉണ്ടാണ്ട് പോയിരിക്കും. അതായിരിക്കും നല്ലത്. അവർക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവും. ഈ ഇത് കണ്ണി കണ്ടാലൊക്കെ കൈയിട്ടിളക്കുഞ്ഞ് കണ്ണി കണ്ടലൊക്കെ വർത്താനം പറയും, വായ തോന്നിയൊക്കെ പറയും, തെറിയും വിളിക്കും. ഏതൊരു യൂട്യൂബറിനെ നല്ല തെറി വിളിച്ചിട്ടുണ്ടല്ലോ, വയ്യാത്തൊരാളെ ഈ തെറി വിളിക്കണത്. ഇതൊക്കെ തന്നെ എൻ്റെ പണി. എനിക്ക് വേറെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ഒന്നും അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. വയ്യാത്ത കാര്യമൊക്കെ നമ്മൾ സമ്മതിച്ച് പാവപ്പെട്ട വയ്യാത്തവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കാട്ടിക്കൂട്ടിൽ കാണുമ്പോൾ ഒന്നും തോന്നണില്ലേ? ആ മിസ്റ്റർ കിച്ചു, നിന്നോടാണ്. എൻ്റെ പൊന്നാര സുഹൃത്തെ, എൻ്റെ അനിയനെ കാണണമെന്നുണ്ടപ്പോൾ ചെങ്ങായി എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകൾ കൂട്ടിയുടെ വീട്ടിൽ പോയാൽ പോരെ? ഈ ഇത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയും ഫേസ്ബുക്കിൽ യൂട്യൂബിലെ സ്റ്റോറിയും ഒക്കെ ഇട്ടിട്ട് എന്ത് കാര്യമുണ്ട്? എൻ്റെ അനിയനുണ്ട് അങ്ങനെ സ്നേഹം ഉണ്ടെങ്കിൽ അത്ര വലിയ സെറ്റപ്പ് ടീമാണെങ്കിൽ പോയി കാണുന്നെ വേണം. അല്ലാണ്ട് ഇങ്ങനത്തെ ഓരോ സെൻറ്റിമെൻറ്റ്സ് ഡെയിലി പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്കത് ബുദ്ധിമുട്ട്, ഫോണെടുത്ത് വിളിച്ചു വിട്രോ. ഇപ്പം എന്തൊക്കെ സാഹചര്യം ഉണ്ട്, വീഡിയോ കോൾ ചെയ്യാൻ പറ്റും, വാട്സപ്പ്, വോയിസ് മെസ്സേജ്, ഇതൊക്കെ എൻ്റെ ഫോണിലുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഇതിൽ ചെയ്തുകൂടെ? എന്നിട്ട് ഇത് സ്റ്റോറിയൊക്കെ ഉണ്ട്. ഈ കുട്ടിയൊക്കെ ഉണ്ട് 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ഈ സ്റ്റോറിയൊക്കെ എടുത്ത് പോയി വായിക്കാൻ അറിയോ? ഓ, ആ കുട്ടി ആ പാമ്പും കോണി കളിച്ചിരിക്കുന്ന ടൈമാണ്. ആ ടൈമിൽ ഈ സ്റ്റോറി ഇട്ട് വല്ല കാര്യമുണ്ടോ? ഇതിന് അന്യം പറയണോ? ഇങ്ങനെ ഈ പുട്ടിന് പീരിടണ പോലെ ഈ ഇടപാട് ചെയ്യുന്നുണ്ട്. വല്ല കാര്യമുണ്ട് സുഹൃത്തെ? അല്ല, നിങ്ങളൊക്കെ രണ്ടാളും ഉദ്ദേശം എന്താ? സംഭവം മനസ്സിലാവില്ല. നിങ്ങൾ പേഴ്സണലായിട്ട് പറഞ്ഞ സാധനങ്ങൾ ഈ പബ്ലിക്കായിട്ട് വന്നിട്ട് നാട്ടുകാരെ കേൾപ്പിച്ചിട്ട് എന്ത് കാര്യമുണ്ട് പൊന്നു ചങ്ങായി? വെറുതെ ഈ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് തുറന്ന് എന്താണ് ബ്രദർ? അനക്ക് എൻ്റെ അനിയനെ കാണുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സെല്ലാം കൂട്ടിയിട്ട് പോക്ക പോയാൽ അതിൽ സ്വിഫ്റ്റ് കാറൊക്കെ അല്ലേ, അതിലാണ്ട് പോയിട്ടുണ്ട്. മോഡലൊക്കെ എന്നെ കണ്ടിട്ട് വന്നുകൂടെ? ഇതിനൊക്കെ ആരെങ്കിലും എന്താണ് ചെറിയ പിള്ളേരെ പോലെ ഈ ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്? ഒന്ന് സ്ട്രോങ് ആവടാ. എന്ത് കാര്യമുണ്ട് ഒന്നുമില്ലെങ്കിലും? പിന്നെ എന്താ രേണു എന്താ പറഞ്ഞ, എനിക്ക് 80,000 ഉറുപ്പ്യ കിട്ടിയിട്ട് അതിലെന്തോ ബൈക്ക് മേടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിലെന്തോ സത്യാവസ്ഥ എന്തെങ്കിലും ഉണ്ടാ? ഒന്ന് പറയിട്ടാ. ആ പിന്നെ രേണുവിൻ്റെ കാര്യമാണ്, വയ്യാന്ന് പറഞ്ഞ ആളാണ്. നമ്മളിപ്പോൾ ഈ ഒരു 5 മിനിറ്റ് വീഡിയോ എടുക്കുക, എനിക്കങ്ങനെ പോയാൽ 1.5 മണിക്കൂറാവും ഒരു വീഡിയോ എടുക്കുക, ഒരു 5 മിനിറ്റ് വീഡിയോ. ഇത് പണ്ടരപ്പൊന്നൊരു ഒരു 4 മണിക്കൂറത്തെ വീഡിയോ ഒക്കെ എടുക്കുക എത്ര നേരം വേണോ? വയ്യാത്ത ആളെ കൊണ്ട് ഇതൊക്കെ സാധിക്കുമോ? ഈ ഒന്ന് സംയമനം പാലിക്ക്, കുറച്ച് റെസ്റ്റൊക്കെ ചെയ്യ്. ഇങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ നിന്നോർക്കല്ലേ, ക്ഷീണിക്കില്ലേ? എന്തെന്നാ അതിനൊക്കെ പറയുക? ബന്ധപ്പെട്ട രേണുവിൻ്റെ ഒരു അപേക്ഷയാണ്. വയ്യാത്ത കാര്യങ്ങൾ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് സ്വന്തം ശരീരമൊക്കെ ഒന്ന് നോക്കിയിട്ട് നല്ലതുപോലെ ഇരിക്കുക. വെറുതെ കണ്ണി കണ്ട അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രശ്നങ്ങളിൽ പോയി ഇടപെടാണ്ട് അതിൻ്റെ ആരോഗ്യസ്ഥിതിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷൻ എടുക്കണം എന്തിനാ? അത്ര നല്ലതല്ല. അപ്പോൾ ശരി, എന്നാൽ ഞാൻ പറഞ്ഞത് ഒക്കെ മനസ്സിലായെന്ന് ശരി വിചാരിക്കണം. ഇത് കാണുന്നവർക്ക് എന്തെങ്കിലും കമൻറ്റ് എന്തായാലും ചെയ്യണമെങ്കിൽ അടിയിൽ കമൻറ്റ് അയക്കുമോ? ഞാൻ മറുപടി എന്തായാലും തരും, വോയിസ് മറുപടി ഇടാം. ഓക്കെ.